കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ വന്നാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. മിഖായൽ സ്റ്റാറയെ പുറത്താക്കി മാനേജ്മെന്റ് തടി തപ്പാൻ നോക്കുകയാണ് എന്നാണ് പൊതുവെയുള്ള സംസാരം. പുതിയ മാനേജറായി ആര് തന്നെ വന്നാലും, ഡെസ് ബക്കിംഗ്ഹാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇവാൻ ആശാൻ ആയിക്കോട്ടെ, ആന്റോണിയോ ലോപ്പസ് സബാസ് ആയിക്കോട്ടെ, ആര് വന്നാലും സ്വന്തം സ്ക്വാഡ് ഉണ്ടെങ്കിലേ ആ കളിക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ മെനയാൻ പറ്റുള്ളൂ. ആശാന്റെ സ്ക്വാഡ് തന്നെയാണല്ലോ സ്റ്റാറയും നിലനിർത്തിയത്. സ്റ്റാറയ്ക്ക് സ്വന്തമായി ഒരു കളിക്കാരെ കൊണ്ടുവരാനോ ഒന്നും സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെതായ പോരായ്മകൾ അദ്ദേഹത്തിന്റെ രീതിയിലോ കളികളിലോ ഉണ്ടായിരുന്നു. അവസാന നിമിഷം പ്രത്യേകിച്ചും കളി നിയന്ത്രിക്കുന്നതിൽ നല്ല പോരാട്ടങ്ങൾ കാഴ്ചവെച്ചിരുന്നു മിഖായൽ സ്റ്റാറയുടെ ടീം ഈ സീസണിൽ. മോഹൻ ബഗാനെതിരെയും ബാംഗ്ലൂരിനെതിരെയും മുംബൈക്കെതിരെയും ഒക്കെ അത്യുജ്വലമായ കംബാക്ക് നടത്തിയതിനു ശേഷമാണ് പരാജയപ്പെട്ടത്. റിസൾട്ടുകൾ അനുകൂലമല്ലായിരുന്നു, സമ്മതിക്കുന്നു. പക്ഷേ മാനേജറുടെ ഭാഗത്ത് കുറവുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവസാന നിമിഷങ്ങളിൽ കളി അങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. അതല്ലാതെ മിഖായൽ സ്റ്റാറെ നല്ലൊരു പരിശീലകനായിരുന്നു, നല്ല തന്ത്രങ്ങളായിരുന്നു. പക്ഷേ റിസൾട്ട് അനുകൂലമല്ലെങ്കിൽ ഫുട്ബോളിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 10 വർഷമായി കപ്പില്ലാതിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം നേടിക്കൊടുക്കുക എന്നുള്ളതായിരിക്കും പുതിയ മാനേജറുടെയും ആദ്യ ടാസ്ക്. അതിനു വേണ്ടി വരുന്നത് ഈ 3 കാര്യങ്ങളാണ്. ആദ്യമായി വേണ്ടത് ഒരു പരിചയസമ്പന്നനായ ഗോൾ കീപ്പറെയാണ്. നല്ല മികച്ച സേവുകൾ നടത്താൻ പറ്റുന്ന, ഏതൊരു സാഹചര്യത്തിലും നല്ല പാറ പോലെ ഉറച്ചു നിൽക്കുന്ന. എന്നാൽ സച്ചിൻ സുരേഷിന്റെ ഭാവിയിൽ നല്ല പ്രതീക്ഷയുമുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ, ഹെൽത്തി ആയ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ടീമിനായിരിക്കും അതിന്റെ ഒരു ഗുണം ചെയ്യുക. ഇനി നമ്മുടെ രഹനേഷ് ടി പി ആയാലോ? മുംബൈയിൽ ബാക്കപ്പ് കീപ്പറായിട്ടാണ് രഹനേഷിന്റെ ഇപ്പോഴത്തെ സ്ഥാനം. മലയാളിയാണ്, ബ്ലാസ്റ്റേഴ്സിൽ ഇതിനു മുമ്പ് കളിച്ചിട്ടുമുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ പരിചയസമ്പന്നത കൂടെ വന്നു കഴിഞ്ഞാൽ, സച്ചിനും രഹനേഷും തമ്മിൽ നല്ലൊരു ഹെൽത്തി ആയ ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ റിസൾട്ടുകൾ എന്തായാലും മെച്ചപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്തതായി വേണ്ടത് ഒരു നല്ല മികച്ച ഒരു ഇന്ത്യൻ സെന്റർ ബാക്കിനെയാണ്. പ്രീതം കോട്ടലിനെ കൊണ്ടുവന്നത് വഴിയിൽ കിടന്ന വയ്യാവേലി എടുത്ത് തോളത്തിട്ട പോലായി പോയി. മര്യാദയ്ക്ക് കളിച്ചുകൊണ്ടിരുന്ന, നല്ല പ്രതീക്ഷയുണ്ടായിരുന്ന ഹോമിംപാവും ഇപ്പം പ്രീതത്തിനെ പോലെ വേണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ്. അങ്ങനെ കളിക്കാതെ നല്ല ഇടിച്ച് കളിക്കുന്ന നമ്മുടെ ഹൈദരാബാദ് ക്യാപ്റ്റൻ അലക്സ് സജിയെ പോലെ ഒരാളാണെങ്കിൽ കളി മാറും. ഡിഫൻസിൽ ചാർജ് എടുത്ത് കളിക്കുമ്പോൾ തന്നെ കളി മാറി എതിരാളികൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടില്ല. എതിരാളികളൊന്നും പതറും, കാരണം ഇവൻ ഇടിച്ചു കളിക്കും, നമുക്കൊരു അവസരം കിട്ടത്തില്ല, സ്പേസ് കുറവാണ്. അപ്പം പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിഫൻഡറിന്റെ ഒരു ഗുണം അതാണ്. നല്ല ഡിസിഷൻ മേക്കിംഗ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കളി മാറ്റിയെടുക്കാം. ഇനി ഹൈദരാബാദ് ക്യാപ്റ്റനെ കൺവിൻസ് ചെയ്താലോ? മലയാളിയാണ്, കേരളത്തിലെ ഫാൻസും കുറച്ചുകൂടെ ഒരു ആഹ്ലാദഭരിതരാകും, അവരെ ഒപ്പം നിർത്താം, കളി മാറും. മൂന്നാമതായിട്ട് പ്രശ്നങ്ങൾ അലട്ടുന്ന ഒരു മേഖലയാണ് റൈറ്റ് ബാക്ക്. പ്രബീർ ദാസിന് പരിക്ക് മൂലം സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും ബെഞ്ചിലാണ്, ഒന്ന് വരുന്നു, പുറത്തു പോകുന്നു, ഇപ്പൊ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്, പക്ഷെ കളിച്ചിട്ടില്ല. സന്ദീപ് ആയിക്കോട്ടെ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന പോലെയാണ്. ഫൈനൽ തേർഡിൽ എത്തിയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സന്ദീപിന് അറിയില്ല. ആ ആശയക്കുഴപ്പം, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ തേർഡിൽ കിട്ടുന്ന ചാൻസുകൾ മുതലാക്കാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിഫൻസിലും ഇരുന്ന് തടി തപ്പുകയാണ്. അപ്പൊ അങ്ങനെ വേണോ വേണ്ടയോ എന്ന് നിൽക്കുന്ന രീതിയിൽ കളിച്ചാൽ കാര്യം ഒട്ടും ശരിയാവില്ല. നല്ല ഡിസിഷൻ മേക്കിംഗ് ഉള്ള, ഫൈനൽ തേർഡിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ ഇങ്ങനെ കളിച്ച് തെളിഞ്ഞു വരുന്ന നമ്മുടെ ഹൈദരാബാദിന്റെ റൈറ്റ് ബാക്ക് മുഹമ്മദ് റാഫി, വേറൊരു മലയാളി, ഈ 3 മലയാളികളെ ഗ്രൗണ്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ കളി മാറും. പിന്നെ കോച്ചിനാണെങ്കിലും ഇവരെ കോച്ചായിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ കോച്ചിനും കൂടെ കുറച്ചുകൂടെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. ഞാൻ കൊണ്ടുവന്ന പ്ലെയേഴ്സ് ആണ്, അപ്പം എനിക്ക് വേണ്ടി അവർ എന്തും ചെയ്യും. പ്രത്യേകിച്ച് ഒരു മിഡ് സീസണിലൊക്കെ വരുന്ന ട്രാൻസ്ഫർ ആകുമ്പോഴത്തേനും കോച്ചിന്റെ ഒരു ഇമ്പാക്ട് വളരെ അധികമായിരിക്കും. ഇവർ 3 പേരും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിഫൻസിൽ പഴുതുകൾ അടച്ച് മുന്നേറാൻ സാധിക്കും. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ കൂടും. സന്ദീപും പുതിയ റൈറ്റ് ബാക്കും തമ്മിലുള്ള കോമ്പറ്റീഷൻ, അതുപോലെ ഹോർമിപാമും പുതിയ സെന്റർ ബാക്കും തമ്മിലുള്ള കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ സച്ചിനും പുതിയ ഗോൾ കീപ്പറും തമ്മിലുള്ള ഒരു പരിചയസമ്പന്നനായ ഗോൾ കീപ്പർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഒക്കെ വരുമ്പോൾ നല്ല ഡിഫൻസ് കോമ്പറ്റീഷൻ കൂടുമ്പോഴത്തേനും പിന്നെ നമുക്ക് ഈ എറേഴ്സ് ലീഡിങ് ടു ഗോൾ അതങ്ങ് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനമായപ്പെട്ട 2 പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഡിഫൻസിൽ ഇഷ്ടം പോലെ പിഴവുകൾ ഗോളിലേക്ക് നയിക്കുന്നു, അത് അടയ്ക്കാൻ പറ്റും. 2 അവസരങ്ങൾ പോസ്റ്റിൽ തട്ടിത്തെറിക്കുന്നു, അത് ഫിനിഷിംഗ് വർക്ക് ചെയ്താൽ സാധിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഹിമെനസിലും നോവയിലും ലൂണയിലും പെപ്രയിലും ഒക്കെ ഒത്തിരി പ്രതീക്ഷകളുണ്ട്. ഇന്ത്യൻ താരങ്ങളും അവസരത്തിൽ ഉയരുന്നത് പ്രതീക്ഷിക്കാം. പുതിയ പരിശീലകൻ വരുന്നതിന് മുമ്പ് തന്നെ പ്രശ്നവിവാദിത മേഖലകൾ അഡ്രസ്സ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വേണ്ട കളിക്കാരെ കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് മാറും. ഇനി ആദ്യമായി ട്രോഫി കയ്യിലെത്തുമോ? കാത്തിരുന്ന് കാണാം.